വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ അഫാന്റെ മാതാവ് ഷെമിയുടെ നിർണായക മൊഴി പുറത്തു വന്നു. തന്നെ ആക്രമിച്ചത് അഫാൻ തന്നെയെന്ന് മാതാവ് മൊഴി നൽകി. ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്തു ഞെരിച്ചെന്ന് മാതാവിന്റെ മൊഴി. വിവരങ്ങളുമായി VS അനുവാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. അനു, വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഴിയാണ് ഇപ്പോൾ അഫാന്റെ അമ്മ ഷെബിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കിളിമാനൂർ SHO മൊഴി ഇന്ന് വൈകിട്ട് രേഖപ്പെടുത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു നിർണായക മൊഴി നൽകിയിരിക്കുന്നത്. ഈ മൊഴി പ്രകാരം അഫാൻ തന്നെയാണ് ആക്രമിച്ചത് എന്ന് ഷെമി പറയുന്നുണ്ട്. തന്റെ പിറകിൽ നിന്ന് ഷാൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചു, ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായതെന്ന് അടക്കമുള്ള നിർണായകമായ കാര്യങ്ങൾ ഷെമി ഇന്ന് പോലീസിനോട് പറഞ്ഞു. ഇതുവരെ ഷെമി പറഞ്ഞിരുന്നത് താൻ കട്ടിലിൽ നിന്ന് തനിക്കുണ്ടായ പരിക്ക് താൻ കട്ടിലിൽ നിന്ന് വീണതാണ് എന്നുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് നേരത്തെയും ഈ അഫാൻ ആക്രമിച്ചു എന്ന തരത്തിൽ പോലീസിന് ഇവർ ഒരു ഘട്ടത്തിൽ മൊഴി നൽകിയിരുന്നു. പക്ഷെ പിന്നീട് അത് മാറ്റി പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ഇവരുടെ ഇപ്പോഴും ഒരു കൃത്യമായ ആരോഗ്യസ്ഥിതി സ്റ്റേബിളിലേക്ക് എത്തിയിട്ടില്ല. പല ഘട്ടങ്ങളിൽ പല മൊഴിയാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ മൊഴി കിളിമാനൂർ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിനിൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഴിയാണ് ഈ കേസിൽ. അഫാന്റെ ആക്രമണത്തിൽ നിലവിൽ ജീവൻ നിലനിർത്തുന്ന ഷെമിയുടെ മൊഴിയാണ് പ്രധാനപ്പെട്ട ഒരു മൊഴിയാണ്. ബാക്കി അഫാൻ ആക്രമിച്ച് കുടുംബാംഗങ്ങളെ എല്ലാം കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. അഫാന്റെ മാതാവായിട്ടുള്ള ഷെമി തന്നെ അഫാൻ ആക്രമിച്ചു എന്ന് മൊഴി നൽകിയിരിക്കുന്നു. ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നിൽ നിന്ന് ഷാൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചെന്നാണ് അമ്മയുടെ മൊഴി. നേരത്തെ കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നുള്ള ഒരു മൊഴിയായിരുന്നു അഫാന്റെ അമ്മ ഷെമി നൽകിയിരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു VS അനു.